നമസ്കാരം, ഞാൻ അഖിലസ് ചന്ദ്രസേനൻ. ഇന്ന് രാവിലെ മുതൽ എല്ലാ മെയിൻ സ്ട്രീം മീഡിയാസ് ഉൾപ്പെടെ എല്ലാ മീഡിയാസിനകത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെ ആയിരുന്നു ഷാരോൺ വധക്കേസും അതിനകത്തുള്ള കോടതി വിധിയും. ഷാരോൺ വധക്കേസിനകത്ത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഒരുപാട് ദിവസത്തെ നീണ്ട പോരാട്ടങ്ങൾക്കും നീണ്ട സംവാദങ്ങൾക്കും എല്ലാം ഒടുവിലായിരുന്നു ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് ആദ്യം ഉണ്ടാകുന്ന സമയത്ത് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമേ ഇവർ ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ലായിരുന്നു. പിന്നീട് മീഡിയാസ് ഈ ഒരു കേസ് ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു ഈ ഒരു പോലീസ് ഈ ഒരു കേസിനെ FIR പോലും ഇട്ടിരുന്നത്. ആദ്യ സമയങ്ങളിൽ ഈ ഒരു കേസ് ഫയൽ ചെയ്യാൻ ചെന്ന സമയത്ത് പോലും FIR ഇടാൻ പോലീസുകാർക്ക് തയ്യാറായിരുന്നില്ല. അവർ പറയുന്നൊരു കാര്യം, വളരെ സംശയത്തിന്റെ പേരിലൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അവർക്കെതിരെ കേസെടുക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ള പേരിലായിരുന്നു അവർ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നത്. പിന്നീട് ഈ ഷാരോണിന്റെ ഒരു ബന്ധുവിന്റെ റിലേറ്റീവ് ആയിരുന്നു മാതൃഭൂമി ന്യൂസിനകത്തുണ്ടായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹമായിരുന്നു പിന്നീട് ഈ ഒരു ന്യൂസ് മാതൃഭൂമിയിലൂടെ തന്നെ മുൻപോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നതും. അതിനുശേഷം മീഡിയ ചാനലുകളെല്ലാം തന്നെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അതുപോലെ തന്നെ ഈ ഒരു കേസിന്റെ അപ്ഡേറ്റുകൾ ചോദിക്കുന്ന സമയത്തും പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കുന്നില്ലേ, അതൊക്കെ നടക്കട്ടെ, നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല, ഇതൊരു സാധാരണ മരണമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുമാത്രമല്ല, ഗ്രീഷ്മയ്ക്ക് എതിരെ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല, ആ ഒരു കുട്ടി വെറും പാവമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഈ ഒരു ന്യൂസൊക്കെ വളരെ രീതിയിൽ വൈറലാവുകയും അതുപോലെ തന്നെ ഈ ന്യൂസ് മീഡിയക്കാരെല്ലാവരും ഈ ഷാരോൺ വധക്കേസിനകത്ത് ഉണ്ടായിരിക്കുന്ന ജ്യൂസ് ചലഞ്ച് കാര്യങ്ങളെല്ലാം കുറച്ച് പ്രചാരം നേടുകയും അങ്ങനെ പല ആളുകൾ കാണുകയും ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു ഈ പോലീസുകാർക്ക് മുൻപോട്ട് ഒരു നിക്കക്കളി ഇല്ലാതെ വന്ന് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത്. ഏകദേശം 2 ദിവസത്തിന് ശേഷം ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ കത്തുകയും അതിനുശേഷം മാത്രമായിരുന്നു ഈ പോലീസ് ക്രൈംബ്രാഞ്ചിന് ഈ ഒരു കേസ് കൈമാറിയിരുന്നത്. ക്രൈംബ്രാഞ്ച് പക്ഷേ ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ടുള്ള രീതിയിലും വളരെ ഗൗരവമായിട്ടുള്ള രീതിയിലുമായിരുന്നു. ഇവർ ആദ്യം തന്നെ ഇവരെ പോയി ചോദ്യം ചെയ്യുകയൊന്നും ചെയ്തില്ലായിരുന്നു. നേരെ പോയി കിട്ടാവുന്ന മാക്സിമം തെളിവുകളെല്ലാം ശേഖരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ഒരു തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഈ ഗ്രീഷ്മയെ ചോദ്യം ചെയ്യാൻ, മൊഴിയെടുക്കാൻ എന്നുള്ള രീതിയിൽ ഈ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിക്കുകയും പിന്നീട് ആ ഒരു മൊഴിയെടുപ്പ് മാറ്റി ചോദ്യം ചെയ്യലാവുകയും. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഇവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാനാണ് ഈ കൊലപാതകം ചെയ്തതെന്നും. അങ്ങനെയാണ് ഈ ഒരു കേസിന്റെ ചുള്ള് അഴിയുന്നതും. ഈ ഒരു കേസിനകത്ത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഈ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത്, അതായത് ഇവളായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയതെന്ന് കോടതിയിൽ തെളിഞ്ഞ സമയത്ത് ഈ ഡിഫൻസിന്റെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഡിഫൻസിന്റെ വക്കീൽ പറയുന്ന കുറച്ച് കാര്യമുണ്ടായിരുന്നു. ഈ പ്രതിയുടെ പ്രായം വളരെ ചെറുതാണ്, 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതുപോലെ തന്നെ MA മാസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് തുടർ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യം 2 ദിവസമായിട്ട്, ഈ ഒരു കേസിനകത്ത് പ്രതി സ്ത്രീ ആയതുകൊണ്ട് തന്നെ കേസിൽ വളരെ ലഘൂകരിച്ചുള്ള ഒരു വിധി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ ആയിരുന്നു. ഈ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പിട്ട് തന്നെ ആമുഖമായിട്ട് ജഡ്ജി പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു വിധി പ്രഖ്യാപിക്കുന്നത് ഈ മീഡിയാസിന് വേണ്ടിയോ അതുപോലെ തന്നെ പുറത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. ഞാൻ ഇത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഓരോ നിയമത്തിന്റെ രീതിയിൽ നിന്നും ഓരോ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കുന്നു ഈ വിധിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല, ഈ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് ഈ ഒരു കോടതി വളപ്പിന് പുറത്തു നിന്നുണ്ടായിരുന്ന ഈ ഒരു ഷാരോന്റെ മാതാപിതാക്കളെ ഉള്ളിൽ കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു ബെഞ്ചിൽ ഇരുത്തണമെന്നും ഈ ബഹുമാനപ്പെട്ട ജഡ്ജി പറയുകയുണ്ടായി. കാരണം ഈ ഒരു വിധി പ്രഖ്യാപിക്കുന്നത് ഇവർ കേൾക്കണമെന്നും ഈ മാതാപിതാക്കൾ കേൾക്കണമെന്നും ഈ ജഡ്ജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമായിരുന്നു ഈ ഒരു കേസിനകത്ത് ഈ ഗ്രീഷ്മ കൊലപാതകിയാണ്, കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയതിന് ശിക്ഷ വിധിക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ടായിരുന്നു. ഒന്നാമെന്ന് പറയുന്നത് 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് ഡിഫൻസ് പറയുന്നതിനകത്ത് ജഡ്ജി പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 24 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഈ ഷാരോണിനും. അദ്ദേഹത്തിനും ജീവിക്കാനുള്ള ഈ അവകാശം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, അത് ഗ്രീഷ്മ നൽകിയില്ല. അതുപോലെ തന്നെ പഠിക്കാനുള്ള അവകാശം ഗ്രീഷ്മയിലെ പോലെ തന്നെ ഈ ഷാരോണിനും ഉണ്ടായിരുന്നു. പിന്നെ ക്രിമിനൽ പശ്ചാത്തലം, കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ഒരു കൊലപാതകം എങ്ങനെ നടത്തണമെന്നും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നും ഗൂഗിളിനകത്തും പല നെറ്റിന്റെ സഹായത്തോടു കൂടി സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഗ്രീഷ്മ ഒരു തരത്തിലും മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഈ ഒരു കൊലപാതകം ശ്രമത്തിന് തൊട്ടു മുമ്പിട്ടും ഏകദേശം 1-2 ആഴ്ചയ്ക്ക് മുമ്പിട്ടും ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു പേരിനകത്ത് ഒരു ജ്യൂസിനകത്ത് പാരസെറ്റാമോളും ഏകദേശം 40-50 പാരസെറ്റാമോൾ കലക്കി കൊടുത്ത് ഈ ഷാരോണിനെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അത് പാളിപ്പോയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ
കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിനകത്ത് ഈ ഗ്രീഷ്മ വളരെ മൃഗീയമായിട്ടായിരുന്നു ഈ ഷാരോണിനെ കൊന്നിരുന്നത്. കാരണം ഓരോ ദിവസവും ഈ ഒരു പയ്യൻ ഇഞ്ചിഞ്ചായിട്ടായിരുന്നു മരിച്ചിരുന്നത്. കാരണം 11 ദിവസത്തോളം ഈ ഒരു കാര്യത്തിന് ശേഷം, ഈ ഒരു കൊലപാതക ശ്രമത്തിന് ശേഷം അവൻ ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാക്ക് അറ്റുപോയിട്ടുണ്ടായിരുന്നു, ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഉള്ളിലെ ഓരോരോ അകത്തുള്ള പാർട്സുകളും, അതായത് ഹൃദയം, ലങ്സ്, കരള്, കിഡ്നി അങ്ങനെയുള്ള എല്ലാം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ടായിരുന്നു ഷാരോൺ മരിച്ചിരുന്നത്. ആ അത്രയും വേദന അനുഭവിച്ചിട്ട് മരണപ്പെട്ട ഈ ഒരു ഷാരോണിന് കിട്ടാത്ത ഏത് നീതിയാണ്, ഏത് അനുകമ്പയാണ് ഈ ഗ്രീഷ്മയ്ക്ക് കിട്ടേണ്ടത് എന്നുള്ളൊരു വലിയ കാര്യം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കോടതി. അതുപോലെ തന്നെ ഈ കോടതി പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഈ ഒരു ഗ്രീഷ്മ ഷാരോണിനെ വശീകരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതിനെ കുറിച്ചും. കാരണം ഈ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി ഗ്രീഷ്മ ഈ ഷാരോണിനെ വീട്ടിലേക്ക് തൊട്ട് തലേ ദിവസം സെക്സും അതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് ഇവനെ വിളിച്ചിരുന്നത്. തൻ്റെ വീട്ടിലേക്ക് വരണമെന്നും പല കാര്യങ്ങളുണ്ടെന്നും നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു വിളിച്ചു വരുത്തിയിരുന്നത്. വിളിച്ചു വരുത്തിയതിനു ശേഷം ആദ്യം ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് പിന്മാറാം, എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്, അതുമാത്രമല്ല കെട്ടിക്കഴിഞ്ഞാൽ നിനക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നത്. പിന്നീട് അത് കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ജീവഹാനി ഉണ്ടാകും, ഞാൻ ജോത്സ്യനെ കൊണ്ട് നോക്കി വെച്ചപ്പോൾ അങ്ങനെ ദോഷങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു സമയങ്ങളിലെല്ലാം ഷാരോൺ ഇവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ തെളിവായിരുന്നു. കാരണം വീട്ടുകാർ എതിർത്താൽ പോലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, അതുപോലെ തന്നെ എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാം, നമുക്കത് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇവൾ പറയുന്ന ഈ ഗ്രീഷ്മ കോടതിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസ്, ഈ ഒരു കൊലപാതകം നടത്താനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പൂർണ്ണമായും ഇവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതുവരെയും അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു കേസ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വിധി വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 99% ആളുകൾ ഈ ഒരു കേസിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഏകദേശം 1% ആളുകൾ ഈ ഒരു കേസിന് എതിരെയാണ് നിൽക്കുന്നത്. കാരണം ഈ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വലിയ അനുകമ്പ കൊടുക്കുന്ന ഒരു പ്രവണത ഒട്ടുമിക്ക എല്ലാവരും കാണുന്നത്. അത് നമ്മൾ ഒരുപാട് ഹയറായിട്ട് നിൽക്കുന്ന ആളുകൾ പോലും അങ്ങനെ, അതായത് ഒരുപാട് വിദ്യാഭ്യാസവും ഒരുപാട് അറിവുകളുള്ള ആളുകൾ പോലും അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ഗ്രീഷ്മ, നിങ്ങൾ ഈ പറയുന്നു ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെയുള്ള ഇത് കൊടുക്കരുത്, ഇവൾക്ക് മാനസാന്തരം പെടാനൊരു അവകാശം കൊടുക്കണം, അല്ലെങ്കിൽ സാഹചര്യം കൊടുക്കണം, അതുപോലെ തന്നെ പ്രായത്തിൻ്റെ പ്രശ്നം, അതുപോലെ ഇതൊരു റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് അല്ല, അങ്ങനെ ഒരു കൊലപാതകമല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, ഈ ഒരു ഷാരോണിനും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ ഒരുപാട് അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അവനെ സാധാരണ ഒറ്റയടിക്ക് കൊന്നൊരു കൊലപാതകമല്ല നിങ്ങൾ പറയുന്ന പോലെ. അവനെ ഇഞ്ചിഞ്ചായിട്ട് ഇവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിസൺ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് ആക്ട് ചെയ്യുന്നതും അവൻ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടെന്നും വെറുതെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർ ഇത് അനുഭവിച്ചവരുടെ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇത് അറിഞ്ഞു വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു ഷാരോണിനെ കൊടുക്കുകയും അതുപോലെ തന്നെ ഇവനെ കൊല്ലുകയും ചെയ്തിരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവൻ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഷാരോൺ മരിക്കുന്നതിന് തൊട്ട് മുമ്പോട്ട് പോലും ഇവളുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടെന്ന് മരണത്തിന് തൊട്ട് തലേന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ ജ്യൂസിനകത്ത് ഇന്നത് കലക്കി തന്നെന്നോ ഇവൾ എന്നെ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചതാണെന്നോ എങ്ങും പറഞ്ഞിട്ടില്ലായിരുന്നു. അത്രത്തോളം ഇവളെ സ്നേഹിച്ചു. ഈ ഒരു സ്നേഹിച്ചതിൻ്റെ പേരിലായിരുന്നു ഇവനെ, അല്ലെങ്കിൽ ഈ ഒരു ഷാരോണിനെ ഇവൾ കൊന്നു കളഞ്ഞത്. നിങ്ങൾ പറയുന്നുണ്ട് ഇവൾക്ക് ഇന്നതുപോലുള്ള അനുകമ്പ കൊടുക്കണം, അല്ലെങ്കിൽ സെന്റിമെന്റ്സ് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇവൾ അനുഭവിച്ച, അല്ലെങ്കിൽ ഈ ഒരു ഷാരോൺ അനുഭവിച്ചതിൻ്റെ എന്ത് വേദനയാണ് ഇവൾ ഇത്രയും നാൾ അനുഭവിച്ചത്. അതുമാത്രമല്ല, ഇവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ചോദ്യം ചെയ്യലിൻ്റെ സമയത്ത് ഞാനൊരു 10-14 വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു 34-36 വയസ്സാകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങും, പിന്നെ ഞാനങ്ങ് സമാധാനത്തോടെ ജീവിച്ചോളും, ഇവൻ്റെ ശല്യം ഒഴിഞ്ഞു പോയല്ലോ. അത്രത്തോളം ക്രൂരമായ മനസ്സുള്ള ഒരുത്തിക്ക് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും പറയുന്നത് അവൾക്ക് മാനസാന്തരപ്പെടാനൊരു അവസരം വരണമെന്ന്. നഷ്ടപ്പെട്ടു പോയത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ അവൻ്റെ സഹോദരനുമാണ്, നിങ്ങൾക്കാർക്കുമല്ല. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേദന വരത്തില്ല. നിങ്ങളെല്ലാം അനുകമ്പ കാണിക്കുന്നത് ഇപ്പോഴും ഈ പറയുന്ന ഇത്രയും ക്രൂരമായി ചെയ്തിട്ട് ഒരു തരത്തിലുള്ള മാനസാന്തരവും വരാത്ത, ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഈ ഗ്രീഷ്മയ്ക്ക് വേണ്ടിയാണ്. എന്തായാലും ഇവർ മേൽക്കോടതിയിൽ, ഹൈക്കോടതിയിലോട്ട് പോകുമെന്നും അപ്പീലിന് ശ്രമിക്കുമെന്നുള്ളതൊക്കെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ മാറി ജീവപര്യന്തമാവാൻ വളരെ ചാൻസസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ഞാൻ ഉൾപ്പെടെ ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.